മക്കളെ, ഇന്ന് നമുക്ക് രൈൻ ബസേരെ എന്ന യാത്രാവൃത്തിലെ എക്സാം ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, രൈൻ ബസേരെ മേ കിസ് വിദാ കാ ലേഖ് ഹേ എന്നാണ്. ഏതാണ് രൈൻ ബസേരെ? ഏത് പ്രകാരത്തിലുള്ള രചനയാണ്? യാത്രാവൃത്താണ് അല്ലേ, യാത്രാവൃത്ത്. രണ്ടാമത്തെ ചോദ്യം, മാനോ കിസിനെ ആകാശ് മേ സഫേദ് തിൽ ബിഗർ ദിയേ ഹോ യഹാം കിസ്കി സൂചന ഹേ. ആകാശത്തിൽ ആരോ വെളുത്ത എള്ള് വിതറിയതാണ് എന്ന് തോന്നും. ഇവിടെ എന്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? എന്തിനെയാണ്? താരെ, നക്ഷത്രത്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഹൗസ് ഓഫ് ലോർഡ്സ് കിസേ കഹാ ഗയാ ഹേ? ദിൻ കെ ആകാശ് കോ, പകലിലെ ആകാശത്തിനെയാണ് ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറയുന്നത്. ഹൗസ് ഓഫ് കോമൺസ് കിസേ കഹാ ഗയാ ഹേ? ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് രാത് കെ ആകാശ് കോ, രാത്രിയിലെ ആകാശത്തിനെയാണ്. പതലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ലൂ ഹോ ഗയി ക്യാ? നേർത്ത് പിന്നെ ഇല്ലാതായത് എന്തായിരുന്നു? പകഡണ്ടി, നടപ്പാതയാണ് നേർത്ത് പിന്നീട് ഇല്ലാതെയായത് അല്ലേ, പകഡണ്ടിയാണ്. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്, ലേഖകോ കോൻ ധമക്കാ രഹേത്? ലേഖകനെ എന്താണ് ഭയപ്പെടുത്തിയത്? ആരാണ് ലേഖകനെ ഭയപ്പെടുത്തിയത്? ബാദൽ. ആദ്യം തന്നെ ബാദൽ അവരെ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘം ഭയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാദൽ ധമക്കാ രഹേദേ ഇസ്കാ ആശയ ക്യാ ഹേ? ബാദൽ, മേഘം ഭയപ്പെടുത്തി എന്നതിൻ്റെ ആശയം എന്താണ്? പാനി ബർസനേക്ക് സംഭാവനാദി, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, പാനിക്ക് ഡർസെ ലേഖ കഹാ രുക്കയെ? മഴ ഭയന്ന് ലേഖൻ എവിടെയാണ് തങ്ങിയത്? എവിടെയാണ് തങ്ങിയത്? മന്ദിർമേ, മന്ദിരത്തിലാണ്. ഗേത്തോമേ കിസ്കി ഗേത്തി ദി? വയലിൽ എന്തിൻ്റെ ഗേത്തി, കൃഷിയാണ് അവിടെ അവർ ചെയ്തിരുന്നത്? വയലിൽ അവർ ചെയ്തിരുന്നത് എന്ത് കൃഷിയായിരുന്നു? ആ സമയത്ത് വിളവെടുപ്പായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് കൃഷിയാണ് അവരവിടെ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോയാബീൻ കി. എന്തിൻ്റെ വിളവെടുപ്പായിരുന്നു എന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ എഴുതേണ്ടത്? സോയാബീൻ എന്നാണ് എഴുതേണ്ടത്. കിസാൻ കോ ഭാരി നുക്സാൻ കിസ് കാരൺ ഹുവാ? കർഷകന് വലിയ നഷ്ടമുണ്ടായത് എന്ത് കാരണത്താലായിരുന്നു? ബാരിഷ് കെ കാരണം, മഴ കാരണം. 11ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, ചോട്ടുവിനെ ഗാനെ കെ ലിയെ ക്യാ ബനായ? ചോട്ടു കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് എന്തായിരുന്നു? ഗാക്കഡ് അല്ലേ, ഗാക്കഡാണ് ചോട്ടു കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. 12ാമത്തെ ചോദ്യം, ലേഖകെ പൈരോ കെ പാസ് കോൻ സോയാ പടാത? ലേഖകന്റെ കാലിനരികിൽ ഉറങ്ങാൻ കിടന്നത് ആരായിരുന്നു? ആരാണ് അവിടെ കാലിനരികിലായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്? പാഗലാത്മി, ഒരു ഭ്രാന്തനായ മനുഷ്യനാണ് അവിടെ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നത്. ഉൽജലുൽ ബക്ന ഇസ്കാ ക്യാ താത്പര്യ ഹേ എന്നാണ് ചോദ്യം. ഉൽജലുൽ ബക്ന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബേസിർ പൈർ കി ബാത്തേം കർന, വെറുതെ സംസാരിക്കുക, അതായത് അസംബന്ധം പറയുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മേം ദം സാദേ ഉസ്കി ഹർക്കത്തേം ദേഖ്താ രഹാ. ദം സാദേ ഇസ്കാ ക്യാ അർത്ഥ ഹോത്താ ഹേ? ഞാൻ ശ്വാസമടക്കി അയാളുടെ പ്രവൃത്തികൾ നോക്കി നിന്നു. ദം സാദേ, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാസ് രോക്കർ, ശ്വാസമടക്കി പിടിച്ചിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. പാഗൽ ആത്മീനെ ലേഖകി മുട്ടി മേ ക്യാ രഖ് ദിയ? ആ ഭ്രാന്തൻ ലേഖകന്റെ കയ്യിൽ എന്താണ് വെച്ചു കൊടുത്തത്? 20 പൈസേ കാ സിക്ക, 20 പൈസയുടെ നാണയം. അടുത്തത്, ഹംനെ രാഹത്ത് കി സാൻസ് ലി? ഞങ്ങൾ ദീർഘനിശ്വാസം അയച്ചു. രാഹത്ത് കി സാൻസ് ലേന കാ ക്യാ മത്ലബ് ഹേ? രാഹത്ത് കി സാൻസ് ലേന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. ഡർസെ ചുഡ്കാര പാന, ഭയത്തിൽ നിന്നും മോചനം നേടുക. ഗുദ്ദി സുലഞ്ജന ഇസ്കാ ക്യാ താത്പര്യ ഹേ? ഗുദ്ദി സുലഞ്ജന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സമസ്യാക്ക സമാധാൻ മിൽന, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക എന്നാണ് അതിൻ്റെ അർത്ഥം.
പാഗലാത്മി കാ വ്യവഹാർ ക്യോം ജൽദി ബദൽ ഗയ. ഭ്രാന്തനായ മനുഷ്യന്റെ സ്വഭാവം പെട്ടെന്ന് മാറാനുള്ള കാരണം എന്താണ്? ലേഖകോ ശിക്ഷക സമജ്കർ. ലേഖകൻ ഒരു അധ്യാപകനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഭ്രാന്തന്റെ സ്വഭാവം പെട്ടെന്ന് മാറിയത്. തുമ്നെ ഗുരുവോ കാ മാൻ ബഡായാ ഹെ കിസ്നെ. നിങ്ങൾ ഗുരുക്കന്മാരുടെ അഭിമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആരാണ് ഗുരുക്കന്മാരുടെ അഭിമാനം അന്തസ് വർദ്ധിപ്പിച്ചത്? പാഗലാത്മിയാണ്. 20ാമത്തെ ചോദ്യം. अपरिचित व्यक्ति के जाने ही छोटू ने दरवाजा बंद करके उस पर ताला लगा दिया. अपरिचित व्यक्ति जाते ही പോയപ്പോൾ ചോട്ടു ദർവാസ ബന്ദ് കർക്കെ ചോട്ടു വാതിൽ അടച്ചിട്ട് അത് എന്ത് ചെയ്തു? ആ കുറ്റിയിട്ടു അല്ലെ, വാതിലടച്ച് പൂട്ടി. ഈ പ്രസംഗ പർ ചോട്ടു ഓർ ലേഖകെ ബീച്ച് കാ വാർത്താലാപ് ലിഖെ. ഈ പ്രസംഗത്തില് ചോട്ടും അതുപോലെ തന്നെ ലേഖകനും തമ്മിലുള്ള വാർത്താലാപ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാർത്താലാപ്, ബാത്ചിത്ത്, സംവാദം മൂന്നും ഒന്ന് തന്നെയാണ് ചോദ്യം. അതായത് സംഭാഷണം എഴുതുക, കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ചോട്ടു ഹേ ഭഗവാൻ ബച്ച് ഗയ. ഓ ഈശ്വര, രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ലഗ്താ ഹേ വഹു പാഗൽ ഹേ. അയാൾ പ്രാന്തനാണെന്ന് തോന്നുന്നു. ചോട്ടു അവശ്യ, തീർച്ചയായും. മേം തോ ബിൽക്കുൽ ഡർ ഗയ. ഞാൻ വല്ലാതെ ഭയന്നു. ലേഖക് ഉസ്കാ കോയി അപ്നാ ഹേ തോ നഹി. വിചാര, പാവം, അയാൾക്ക് ആരും സ്വന്തമായിട്ടില്ല എന്ന് തോന്നുന്നു. ഉസ്നെ ക്യാ ക്യാ ഹർക്കത്തേം കർദി. അയാൾ എന്തെല്ലാം ചേഷ്ടകളാണ് കാണിച്ചത്. സാരാ സാമാൻ ബിഗർദി. എല്ലാ സാധനങ്ങളും എടുത്ത് ചിതറി വലിച്ചെറിഞ്ഞു. എല്ലാം ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ ചെതറിച്ചിട്ടു നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലങ്ങളിലേക്ക്. ലേക്കിൻ ഉസ്നെ കിതാബേം ഗോൽക്കർ ജോം ഹി ത്യോം രഗതി. ലേഖകൻ പറയാണ്, പക്ഷെ അയാൾ പുസ്തകങ്ങൾ തുറന്നു നോക്കിയിട്ട് എടുത്ത സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു വെച്ചു. ചോട്ടു ഹാ വഹുത്തോ ആശ്ചര്യ കി ബാത്. അത് വലിയ ആശ്ചര്യകരമായ കാര്യം തന്നെ. ഉസ്നെ ഐസാ ക്യോം കിയാ ഹോഗ. അയാൾ അങ്ങനെ ചെയ്ത് എന്തുകൊണ്ടാവാം? ലേഖക് മുझे लगता है उस विक्षिप्त अवस्था में भी उसके मन में पुस्तक के प्रति आदर का भाव है. എനിക്ക് തോന്നുന്നു അയാൾക്ക് ഈ ഭ്രാന്താവസ്ഥയിലും അയാളുടെ മനസ്സിൽ പുസ്തകത്തിനോട് ആദരവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോട്ടു ഷായദ് സഹി ഹോഗ. ഒരു പക്ഷേ ശരിയായിരിക്കാം. ഉസ്നെ ആപ്കെ ഹാത്തമേ ക്യാ രഖ് ദിയാ താ. അയാൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് വെച്ചു തന്നിരുന്നത്? ലേഖക് ദേഖ്ലോ, നോക്കൂ. 20 പൈസേ കാ ഏക് സിക്ക. 20 പൈസയുടെ ഒരു നാണയം. ചോട്ടു 20 പൈസേ കെ സിക്ക ബഹുത്ത് അജീബോ ഗരീബ് ആത്മീ ഹേ. 20 പൈസയുടെ നാണയമോ? അയാൾ ഒരു വിചിത്രനായ മനുഷ്യൻ തന്നെ. ലേഖക് ചൽ അബ് സോ ജായേ. നടക്കൂ, ഇനി ഉറങ്ങാം. ചോട്ടു ടീക്കേ, ശരിയാണ്. പർ നീന്ത് ബി നഹി ആത്തി. പക്ഷേ ഉറക്കം വരുന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സവേരെ ഹുവാ ബിഗരെ സാമാൻ കോ ഫിർ സേ പിട്ടു മേ ജമാത്തെ ഹുയെ ചോട്ടുനെ കഹ. പ്രഭാതമായി ചിതറിക്കിടക്കുന്ന സാധനങ്ങളെല്ലാം വീണ്ടും പെട്ടിയിലേക്ക് അടുക്കി വെച്ചുകൊണ്ട് ചോട്ടു പറഞ്ഞു. ഉസ്നെ ഹമാരി കാനി കൗഡി തക് നഹീലി. അയാൾ നമ്മുടെ ഒരു ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല. ദർവാസ ഗോൽക്കർ ഹം ബാഹർ ആയേ. വാതിൽ തുറന്നു ഞങ്ങൾ പുറത്തേക്ക് വന്നു. പഡോസ്കെ യുവക് സേ കഹ. അയൽവാസിയായ യുവാവിനോട് പറഞ്ഞു. രാത് കോ ഏക് പാഗലിനെ ഹമേ ബഹുത്ത് പരാശാൻ കിയ. രാത്രി ഒരു ഭ്രാന്തൻ ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. ഗണ്ടേ ഡേഡ് ഗണ്ടേ തക് സേ ഡരായ ധമക്കാത്ത രഹ. ഒരു 1.5 മണിക്കൂർ. ഡേട്ട് ഗണ്ടേ 1.5 മണിക്കൂർ വരെ അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഞങ്ങളെ ഭയപ്പെടുത്തിയിരുത്തി. ഇസ് പ്രസംഗം പാർ പടുക്കഥാക്ക ഏക ദൃശ്യ തയ്യാറാക്കാരെ. ഈ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം? പടുക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പടുക്കഥ തയ്യാറാക്കിയത് നോക്കാം. ദൃശ്യ ദൃശ്യ കൊടുക്കണം. ഏകദോ എന്തെങ്കിലും കൊടുക്കുക. സ്ഥാൻ, സമയ, പാത്ര, വേഷഭൂഷ, പിന്നെ ഘടനാ വിവരണം. ഇത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് സംവാദം എഴുതിയിട്ട് അവർ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് സ്ഥാൻ നോക്കാം. പഹാഡി ഗാവ് കാ മന്ദിർ അന്തർ ഓർ ബാഹർ കാ ദൃശ്യ. സ്ഥലം എവിടെയാണ്? ഈ അന്തർ ഓർ ബാഹർ കാ ദൃശ്യം എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് എഴുതണം? പഹാഡി ഗാവ് കാ മന്ദിർ. സ്ഥലം എവിടെയാണ്? ആ പർവ്വത ഗ്രാമത്തിലുള്ള അമ്പലം. സമയ സുബ സൂരജ് കി പഹലി കിരണേ ഖിഡ്കി സേ ജാങ് രഹി. അതായത് സുബ സമയം ചോദിച്ചാൽ സുബ എഴുതിയാൽ മതി.
രാവിലെ സമയം, സുബഹ് 10 ബജേന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതാട്ടോ. സുബഹ് സൂരജ് കി പഹലി കിരണേ ഖിഡ്കി സെ ജാങ് രഹി ഥി പറഞ്ഞാൽ രാവിലെ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ജനലിലൂടെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അത്രയും വിശദമായിട്ട് എഴുതണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സുബഹ് 10 ബജെ അല്ലെങ്കിൽ 8 ബജെ 7 ബജെ അങ്ങനെ എന്തെങ്കിലും ഒരു സമയം എഴുതാം. പാത്ര ഓർ വേഷഭൂഷ, കഥാപാത്രങ്ങളും വേഷഭൂഷയാണ്. ലേഖക് കരീബ് 60 സാൽ സഫേദ് പൈജാമ ഓർ കുർത്ത പഹനാ ഹുവാ താ. എത്ര വയസ്സാണുള്ളത് കഥാപാത്രമായിട്ടുള്ള ലേഖകനാണ് കഥാപാത്രം. കരീബ് 60 സാൽ, ഏകദേശം എത്ര വയസ്സുണ്ട്? 60 സാലാണ്, 60 വയസ്സ്, ഏകദേശം 60 വയസ്സ് പ്രായം. സഫേദ് പൈജാമ, വെള്ള പൈജാമയും കുർത്തയുമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. വയസ്സ് എത്രയാണ്? ഏകദേശം 60 വയസ്സ്. നിങ്ങൾ സങ്കല്പിച്ചൊരു വയസ്സ് എഴുതുക. ചോട്ടു 18 സാൽ, എത്ര വയസ്സുണ്ട്? 18 സാലാണുള്ളത്. ലടുക്ക ഒരു എന്താ പറയുക, ഒരു കുട്ടിയാണ്, ചെക്കനാണ് അല്ലേ. ധരിച്ചിരിക്കുന്ന ഒന്നാണ് ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. യുവാവ് കരീബ് 35 സാൽ കാ യുവക് ലുങ്കി ഓർ ബനിയൻ പഹനാ. യുവാവ് ഏകദേശം ഒരു 35 വയസ്സുള്ള ഒരു യുവാവാണ്. ലുങ്കി ആണ് ധരിച്ചിരിക്കുന്നത്, ബനിയനും ലുങ്കിയാണ് ധരിച്ചിരിക്കുന്നത് അല്ലേ. ഇനി നമ്മളെ സംഭവമാണ് നോക്കേണ്ടത്. ലേഖക് ഓർ ചോട്ടു ജാനേക്ക് തയ്യാരി കർ രഹേ ഹെ. ലേഖകനും ചോട്ടുവും പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ അമ്പലത്തിൽ നിന്ന് അവർ, ആ മഴ കാരണം അമ്പലത്തിൽ തങ്ങിയതാണല്ലോ, അവിടെ നിന്ന് അവർ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. തബ് ഗാവ് കെ ഏക് യുവക് സേ മിൽത്തെ. അപ്പോൾ ഗ്രാമത്തിലുള്ള ഒരു യുവാവിനെ കാണുന്നു. സംവാദം, അവർ തമ്മിലുള്ള സംഭാഷണം. ലേഖക് रे छोटू सारा सामान पेटी में रख लो अभी जाने का वक्त आ गया है. നോക്കൂ ചോട്ടു, സാധനങ്ങളെല്ലാം പെട്ടിയിലേക്ക് എടുത്തു വെക്കൂ, ഇപ്പോൾ പോകാനുള്ള സമയമാകും എന്ന് പറയാണ്. ചോട്ടു ജി സാബ് ഉസ്നെ സാരാ സാമാൻ ഇധർ ഉധർ ഫേങ്ക് ദിയേ ഹേ. ശരി സാബ്, അയാൾ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞിരിക്കുകയാണ്. ലേഖക് കോയി ചീസ് നഷ്ടു ഹോ ഗയേ ക്യാ. എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചോട്ടു നഹി സാബ്, ഇല്ല സാബ്. ഉസ്നെ ഹമാരി കാനി കൗഡി തക്ക് നഹി ലി. അയാൾ നമ്മളുടെ ഒരു ചില്ലി കാശ് പോലും എടുത്തിട്ടില്ല. ലേഖക ഹസ്തേ ഹുയെ, ലേഖകൻ ചിരിച്ചുകൊണ്ട്. അജീബ് ആത്മി ഹെ, ഒരു വിചിത്രനായ മനുഷ്യൻ തന്നെ. ബാത്ത് കോ ഏക്ക് പലക്ക് ബി നഹീം ചപ്പി. രാത്രി ഏക്ക് പലക്ക്, ഒരു കൺപോളാണ്, അതായത് ഒരു തവണ പോലും കൺപോൾ അടയ്ക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറയില്ലേ. രാത്തുക്കോ ഏക്ക് പലക് ബി നഹീം ചപ്പി. ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല രാത്രി മുഴുവൻ എന്ന് പറയാണ് ലേഖകൻ. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് അയാൾ എന്ന് പറയുന്നു. ബാഹർസെ യുവകാത്താഹെ, പുറത്തുനിന്നും ഒരു യുവാവ് വരുന്നു. ലേഖക് കോൻ ഹെ ആപ്പ്, നിങ്ങൾ ആരാണ്? യുവക് മേ പടോസിഹും, ഞാൻ അയൽവാസിയാണ്. ലേഖക് പറയാണ് കൽ രാത്തുക്കോ ഏക്ക് പാഗൽ ആത്മീനെ ആമേ ബഹുത്ത് പരേശാൻ കി. ഇന്നലെ രാത്രി ഒരു ഭ്രാന്തൻ ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. വഹ് ഹമേ പീട്ട് ബി സക്താദ, അയാൾക്ക് ഞങ്ങളെ അടിക്കുക കൂടി ചെയ്യാമായിരുന്നു. മാഫ് കീജിയെ, അയാൾ ഞങ്ങളെ അടിക്കാമായിരുന്നു. അത്രയ്ക്കും ക്രുദ്ധനായ ഒരാളായിരുന്നു അല്ലേ. ഒരു ക്രൂര സ്വഭാവമായിട്ട് അയാൾക്ക് ഞങ്ങളെ ആക്രമിക്കാൻ പോലും പറ്റുമായിരുന്നു എന്ന് പറയാണ്. യുവക് മാഫ് കീജിയെ വേ മേരെ പിതാ ഹെ. ക്ഷമിച്ചാലും അതെൻ്റെ പിതാവാണ്. ലേഖൻ പിതാവോ? യുവക് ഹാ സാബ്, പാഗൽപൻ കാ ദൗര പഡ്താ ഹെ തോ ഐസെ ഹർക്കത്തെ കർത്തേ ഹെ. അതേ സാബ്, ഭ്രാന്തിൻ്റെ ആ ഒരു നിമിഷം വരുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെയുള്ള ചേഷ്ടകളൊക്കെ ചെയ്യുന്നത്. ലേഖക് ഹമാരി മദത് കെ ലിയെ തും ക്യോം നഹി ആയേ. എന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? മേ ഗേത്ത് പർ സോയാബിൻ കട്ട് രഹാ ഹെ. ഞാനും വയലിൽ ഉറങ്ങുകയായിരുന്നു, സോയാബിൻ വിളവെടുപ്പായിരുന്നു. ലേഖ് വേ കഹാ രഹത്തെ ഹേ തുമാരെ സാത്ത്. അയാൾ എവിടെയാണ് അദ്ദേഹം, അതായത് ആ ഭ്രാന്തണ്ടല്ലോ, അത് വേ കഹാ രഹത്തെ, അതേ എവിടെയാണ് താമസിക്കുന്നത്? തുമാരെ സാത്ത്, നിങ്ങളോടൊപ്പമാണോ? നഹീം, അല്ല. മണ്ഡി ദ്വീപ് മേരെ ബായി കെ സാത്ത്, മണ്ഡി ദ്വീപിൽ എൻ്റെ സഹോദരനോടൊപ്പമാണ് താമസിക്കുന്നത്. കൽ രാത്ത് കോ ഹി ആയേ ഹെ, ഇന്നലെ രാത്രി വന്നതാണ്. അബി വേ ചബൂതരെ പർ പടേ ഹെ, ഇപ്പോൾ അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ലേഖക് ചലോ ഹമാരാ രാസ്ത ചബൂത്തരെ സേ ഹോക്കർ ജാത്തായ, ഞങ്ങളും ആ വഴിയിലൂടെയാണ് പോകുന്നത്, ചബൂത്തരയിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തീനോ ചലത്തെ ഹേ, 3 പേരും പോകുന്നു. ദൃശ്യസമാപ്ത, ആ ദൃശ്യം അവിടെ അവസാനിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. मैंने कहा भाई
तुम नहीं जानते कि तुमने गुरुओं का कितना मान बढ़ाया है किसी एक ഗുരു का नहीं തമാം ഗുരുओं का. ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഗുരുക്കന്മാരുടെ അഭിമാനം എത്രമാത്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന്? ഒരു ഗുരുവിൻ്റെ അല്ല, എല്ലാ ഗുരുക്കന്മാരുടെയും. ഇസ്കെ സാത്ത് ഹി ഹം ആകെ ബഡ്ലി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. ആ വഹ് സിക്ക ആജ് ബി മേരെ പാസ് ഹെ. അതെ, ആ നാണയം ഇന്നും എൻ്റെ കൈവശമുണ്ട്. ഇസ് പ്രസംഗ് കെ ആധാർ പർ ലേഖക് കെ ഉസ് ദിൻ കി ഡയറി ലിഖേം. ഈ സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേഖകന്റെ ആ ദിവസത്തെ ഡയറി തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ലേഖകന്റെ ഡയറി തയ്യാറാക്കിയത് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ ഡേറ്റ് എഴുതണം കേട്ടോ. ഡേറ്റ് എഴുതണം, പിന്നെ ദിവസം ഏതാണെങ്കിൽ അത് എഴുതണം. ഇതാണ് നമ്മൾ ഡയറി എഴുതുമ്പോൾ എഴുതേണ്ട ഫോർമാറ്റ്. 30 ജൂൺ 2025 ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ 2026 എന്ന് കൊടുക്കുക, സോമവാർ കൊടുക്കുക. ആജ് കാ ദിൻ കുച്ച് ഖാസ് ദാ. ഇന്നത്തെ ദിവസം കുറച്ച് പ്രത്യേകതയുള്ള ദിവസമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. നർമ്മദ യാത്ര കെ ദൗരാൻ ആജ് ഹം പതോഡ ഗാവ് പഹൂഞ്ച്. നർമ്മദ യാത്രയ്ക്ക് ഇടയിൽ ഞങ്ങൾ എവിടെ എത്തി? അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പതോഡ എന്ന ഗ്രാമത്തിലെത്തി. ഖരാബ് മൗസം കെ കാരൺ വഹാമേക്ക് മന്ദിർ മേ രഹ്ന പട. കാലാവസ്ഥ മോശമായതിനാൽ ഞങ്ങൾക്ക് അവിടെയുള്ളൊരു അമ്പലത്തിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. ഗാവ് വാലോനെ ഹമാരെ ലിയെ ആവശ്യക സബി സഹായദായം കി. അവിടെയുള്ള ഗ്രാമവാസികൾ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നു. രാത്തുക്കോയ്ക്ക് ഭയാനക ഘടനാഗടി. രാത്രി ഒരു ഭയാനകമായ സംഭവമുണ്ടായി. ജിസ്കി യാദ് കർത്തേ ഹി മേ സിഹർ ജാത്താഹും. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഞാൻ വിറകൊള്ളുകയാണ്. രാത്തുക്കോ ജബ് ഉടാത്തോ മേംനെ ദേക്കാക്കി ഏക്ക് പാക്കലാത്നി മേരെ പൈരോം കെ നീച്ചെ ഗുഡ്മുടി പടാത. രാത്രി എപ്പോഴോ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ എൻ്റെ കാലിന് അരികിലായിട്ട് ഒരു ഭ്രാന്തനായ വ്യക്തി എൻ്റെ കാലുകൾക്ക് കീഴെ എന്ത് ചെയ്യുന്നു? ഗുഡുമുടി പടാത, ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ദോടി ദർബാദ് വഹു ഉഡ്കർ മേരി പെട്ടി ഗോൽക്കർ സാരാ സാമാൻ ഉഡാക്കർ ഫെങ്കിനെ ലഗ. കുറച്ച് സമയത്തിന് ശേഷം അയാൾ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ പെട്ടിയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എടുത്തിട്ട് എറിയാൻ തുടങ്ങി. വഹ് ഹമേം മാർ ബി സക്താദ്. അയാൾക്ക് ഞങ്ങളെ ആക്രമിക്കാമായിരുന്നു. ഉസ്കെ പൂച്ച്നെ പർ ജബ് മേംനെ കഹാ കി മേ ഏക് അധ്യാപക് ഹൂം. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു അധ്യാപകനാണെന്ന് പറഞ്ഞു. ഏകായേക് ഉസ്കാ വികരാൽ രൂപ ബദൽ ഗയ. പെട്ടെന്ന് അയാളുടെ ആ വികൃത രൂപം, ക്രൂര രൂപം എന്തായി? മാറി. ഉസ്നെ മേരെ പൈർ ദബാന ശുരു കിയ. അയാൾ എൻ്റെ കാലുകൾ തടവാൻ തുടങ്ങി. ഔർ ഹാത്തോ മേ 20 പൈസ കാ സിക്ക രേക്കർ ചലാ ഗയ. കയ്യിൽ 20 പൈസയുടെ നാണയം വെച്ചിട്ട് കടന്നുപോയി. ജാത്തെ വക്ത് ജബ് ഉസ്നെ മിലാ तो उसने घुटनों के बल पर बैठकर मेरे पैरों के छुए और कहा, ഗുരുദേവ് ശർമിദാഹും ക്യാ കർത്ത ദൗരാ ജോ പടുത്ത. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് അയാളെ കണ്ടുമുട്ടിയപ്പോൾ അയാൾ എൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, ഗുരുദേവ ക്ഷമിച്ചാലും എന്ത് ചെയ്യാനാണ്, ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ഉസ്കെ ചേഹരെ പർ പശ്ചാവാദ और आंखों में आंसू. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പശ്ചാത്താപവും കണ്ണുകളിൽ കണ്ണുനീരുമുണ്ടായിരുന്നു. മേനെ ഉസേ സാന്ത്വന ദേത്തെ ഹുയെ കഹ. ഞാൻ അയാളെ സമാധാനിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, ഭായി തുമ്നെ കിസിയേക്ക് ഗുരു കാ നഹീ തമാം ഗുരുओं का मान बढ़ाया है. സഹോദര, നിങ്ങൾ ഒരു ഗുരുവിൻ്റെ മാത്രമല്ല എല്ലാ ഗുരുക്കന്മാരുടെയും അഭിമാനമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. മേം സമജ്താ ഹൂം കി ഉസ്കി വിക്ഷിപ്ത അവസ്ഥ മേം ബി ഉസ്കാ സംസ്കാരനെ ഉസ് പർ ബഡത് പാലീതി. ഞാൻ മനസ്സിലാക്കി ആ ഭ്രാന്താവസ്ഥയിൽ പോലും അയാളുടെ സംസ്കാരം അയാളിലുണ്ടായിരുന്നു. ആ സംസ്കാരത്തിന് ഉണർവ് അദ്ദേഹത്തിലുണ്ടായിരുന്നു. ഉസ് ജാത്ത് ഗുരു കെ രൂപ മേ മുജെ ജോ സമ്മാൻ മില. ആ രാത്രി ഗുരു എന്ന കാരണത്താൽ, ഗുരുവിൻ്റെ രൂപത്തിൽ എനിക്ക് യാതൊരു സമ്മാനമാണോ ലഭിച്ചത്? ജീവൻ കാ സർവശ്രേഷ്ഠ സമ്മാൻ മാനത്താവും. അത് ഞാൻ എൻ്റെ ജീവിതത്തിലെ സർവശ്രേഷ്ഠമായ സമ്മാനമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ഉസ്കി അംസു മേരെ ഹൃദയ കോ ജുലസ് രഹാ ഹെ. ഉസ്കാ ചെഹര അബ് ബി മേരെ സാമനെ ഹെ. ഈശ്വർ ഉസ്കി രക്ഷാ കരീം. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും എൻ്റെ മനസ്സിൽ, മേരെ സാമനെ, എൻ്റെ മുമ്പിലുണ്ട്. ഈശ്വർ ഉസ്കി രക്ഷാ കരേ. ഈശ്വരൻ അയാളെ രക്ഷിക്കട്ടെ. അത്രയാണ് നമ്മൾ
ഡയറി തയ്യാറാക്കിയിട്ടുള്ളത്. ഡയറിയൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് ഡയറിയൊക്കെ കണ്ട് വായിച്ച് നോക്കിയിട്ട് സ്വയം നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.